മാതല്ല സാഹിബിക്കും വമാകവ, നിങ്ങളുടെ ഈ സാഹിബിന് വഴി തെറ്റിയിട്ടില്ല, മനഃപൂർവ്വം അയാൾ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുമില്ല, അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നുമില്ല. ഇവിടെ വഴി തെറ്റിയിട്ടില്ല, അയാൾക്കൊന്നും പഴച്ചിട്ടില്ല, അയാൾ സ്വന്തം ഇഷ്ടത്തിനല്ല ഇതൊക്കെ പറയുന്നത് എന്ന് സത്യം ചെയ്യുന്നത് മുഹമ്മദിനെ കുറിച്ചാണ്. മുഹമ്മദാണ് നിങ്ങളുടെ സാഹിബ് എന്ന് പറഞ്ഞത്. നിങ്ങളുടെ സാഹിബിന് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വീണ്ടും കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണ്. മുഹമ്മദിൻ്റെ വായിലൂടെ തന്നെ മുഹമ്മദിന് കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണ് മുഹമ്മദിൻ്റെ ദൈവം. അത് അദ്ദേഹത്തിന് നൽകപ്പെടുന്ന ദിവ്യബോധനം മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ മുഹമ്മദ് പറയുന്നത് ദിവ്യബോധനമൊന്നുമല്ല, മുഹമ്മദ് സ്വന്തം ഉണ്ടാക്കി പറയുന്നതാണ് എന്നും മുഹമ്മദിൻ്റെ മനസ്സിലുള്ള ആശയങ്ങളാണ് പറയുന്നത് എന്നും ഇത് ആദ്യഘട്ടത്തിൽ കേട്ട ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇത് വായിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ള നമുക്കും മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ആശയങ്ങൾ അദ്ദേഹം എങ്ങനെ ഉരുവിടുന്നു എന്നല്ലാതെ ഇതിനകത്ത് ഒരു ദൈവീകതയോ അല്ലെങ്കിൽ ഒരു പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുനിന്ന് ആരോ താങ്ങിക്കൊണ്ടുവന്നു എന്ന് പറയാൻ മാത്രമുള്ള യാതൊന്നും ഇല്ല എന്നുള്ളത് ഈ ഖുർആൻ മൊത്തം വായിച്ചാൽ ആർക്കും മനസ്സിലാവും. അത് അന്നത്തെ അറബികൾക്ക് മനസ്സിലായി, അന്നത്തെ മക്കൾക്കാർക്ക് അത് മനസ്സിലായി. അതുകൊണ്ട് ഇതൊക്കെ ഇദ്ദേഹം സ്വന്തമായിട്ട് പുലമ്പിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് അവർ പറയാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മറുപടി പറയുകയാണ് ഈ അള്ളാഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഗതികേട് നോക്കി, നിങ്ങൾ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച പുസ്തകത്തിൽ ഇതും കൊണ്ട് വരുന്ന സാഹിബിന് കുഴപ്പമുണ്ടെന്ന് ഈ സാഹിബ് സ്വന്തം നിലക്ക് പറയുകയാണ് എന്നും ആളുകൾ പറയും എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് മറുപടി പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ സത്യം ചെയ്ത് പിന്നെയും സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ഗതികേടൊക്കെ ഒരു പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിനുണ്ടാവുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്.